കണ്ണുനീർത്തുള്ളിയെ ശ്രീയോടുമിച്ച കാവ്യഭാവനേ അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. മഹാകവി മണ്ടോദരിക്ക് അഭിനന്ദനം. ഈ വിരല കൊണ്ടാണ് മൂക്കുരു എഴുതിയത്. കവിത വെച്ചിട്ടോ? ഗംഭീര കവിത. സുഖതാട്ടാ, എന്താ എല്ലാരും കൂടി? നാടിന്റെ കലയും സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ടത് ആരാ? പുലരിക്കാർ. അത് ഞങ്ങൾ തീരുമാനിച്ചു. പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 25ാം വാർഷികം അടുത്ത മാസം 10 നടത്താൻ തീരുമാനിച്ചു. എന്താ സംഭാവന എഴുതിക്കോളൂ. അതിനൊന്നും വന്നതല്ല. തത്തമ്മത്തോടിന്റെ അഭിമാനമാണ് കവയത്രി മണ്ടോദരി. പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തിന് മുഖ്യാതിഥിയായി മണ്ടോദരി മേഡത്തിനെ ഞങ്ങൾക്ക് കിട്ടണം. ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ഈ സാധനം അതൊക്കെ വേണോ? വേണം. അതല്ലേ ഞങ്ങൾ ആഗ്രഹമാണ്. തകർക്കോ പുലരിക്കാർ? അല്ല, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മണ്ടുവരും. പ്രിയപ്പെട്ടവരെ, മണ്ടോദരി മാഡത്തിന് നവിക്കുന്നു നവിക്കുന്നു നവിക്കുന്നു. എത്ര മനോഹരമായ കവിത! മണ്ടോദരി മാഡത്തെ ഞാൻ മിക്കവാറും ദിവസങ്ങളെ കാണാറുണ്ട്. അവരുടെ ഭർത്താവ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്, സുഗതൻ. ആ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ എനിക്ക് ചായ കൊണ്ടുതരും, പലഹാരങ്ങൾ കൊണ്ടുതരും, ഒക്കെ ഞാൻ കഴിക്കും. അപ്പോഴൊക്കെ ഞാൻ കരുതിയത് അടുക്കളക്കുള്ളിൽ മാത്രം കറങ്ങി നടക്കുന്ന ഒരു മണ്ടിയാണ് മണ്ടോദരി എന്നാണ്. പക്ഷേ മണ്ടോദരി, ഈ അടുക്കളക്കുള്ളിൽ കഴിയുന്ന മണ്ടോദരി ഇത്രയും നല്ല ഒരു കവിയാണെന്ന് ഞാൻ സ്വപ്നം വിചാരിച്ചിട്ടില്ല. ഞാൻ മഹാന്മാരുടെ പല കവിതകളും വായിച്ചിട്ടുണ്ട്. വൈലോപ്പള്ളിയുടെയും വെള്ളത്തോളിന്റെയും ഒക്കെ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്തരം കവിതകളോട് വളരെ സാദൃശ്യമുള്ള, അത്രയും പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന കവിതകളാണ് മണ്ടോദരിയുടെ കവിതകൾ എന്നത് ഇന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒന്നും വിചാരിക്കരുത്. മുഖ്യാതിഥി ചെറുതൊന്ന് മാറ്റേണ്ടി വന്നു. പേടിക്കണ്ട, അടുത്തൊന്നും ഭാഷ കൊണ്ടല്ലോ മാഷന്റെ മുഖ്യാതിഥി. പിന്നെ കവിത എഴുതാത്തോണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. നീയേ അവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. കേട്ടോ? ഓ, പറ്റുമെങ്കില് അടുത്ത കൊല്ലത്തേക്ക് ഒരു കവിത എഴുതി വെച്ച സമയമുണ്ടല്ലോ. ശരി മാഷ. പാവ മാഷ, ഒരു പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, മുഖ്യാതിഥി കവയത്രി മണ്ടോദരിക്ക് പൊന്നാടി അടിച്ച് സ്വീകരിക്കുന്നതാണ്. വാർഷികാഘോഷവേളയിൽ ഏറെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണിത്, തന്നെ മുഹൂർത്തങ്ങളാണിത്. രണ്ടു വാക്ക് സംസാരിക്കാൻ നമ്മുടെ പ്രശസ്ത കവയത്രി മണ്ടോദരി മേഡത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സും കണ്ണും നിറയുകയാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ കവിത ഇത്രയും വലിയ പ്രസിദ്ധിയിലേക്ക് പോകുമെന്ന്. എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഓരോരോ കവിതകളായിട്ട് എൻ്റെ തലയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കറങ്ങും. അതിൽ ചിലതൊക്കെ ഞാൻ കുറിച്ചു വെക്കും, ചിലതിനോടൊക്കെ പോയിട്ട് പിന്നെ വരാൻ പറയും.
സുഗതേട്ടന് ആദ്യമൊക്കെ ഞാൻ എഴുതുന്നത് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നീട് അത് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എഴുതിയതിൽ ഏറ്റവും സുഗതേട്ടന് ഇഷ്ടപ്പെട്ട കവിതയാണ് പൂങ്കുല. അത് സുഗതേട്ടൻ പോലും അറിയാതെയാണ് ഞാൻ തീപ്പൊരിയിലേക്ക് അയച്ചത്. എന്റെ ഫോട്ടോ മാസികയിൽ കണ്ട ആ ദിവസം സുഗതേട്ടൻ തുള്ളിച്ചാടുകയായിരുന്നു. ഇനിയും പ്രസിദ്ധീകരിക്കാത്ത ഒരുപാട് കവിതകൾ എന്റെ അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഞാൻ പുറത്തു വിടും. അല്ലേ സുഗതേട്ട? ഇങ്ങനെ ഒരു പൊന്നാട് തന്നതിന്, പൂച്ചെണ്ട് തന്നതിന്, ഞങ്ങളെ ഇങ്ങനെ അംഗീകരിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ കവിത്രിയോടൊരു ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എൻ്റെ സ്റ്റുഡന്റ് തന്നെയാണ് കവിത്രി. അന്ന് പഠിക്കണ കാലത്ത് കുറെ അക്ഷരത്തെറ്റൊക്കെ ഉള്ള ആളാ. പക്ഷെ ഇപ്പോ ഒരു കവിത എഴുതി നാട് അംഗീകരിക്കണമെന്നൊക്കെ പറയുമ്പോ ഒരു ഗുരുനാഥന്റെ സന്തോഷം പറയാനില്ലല്ലോ. എന്തായാലും നന്നായി. പിന്നെ എനിക്ക് ആ കവിതയിൽ ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു 4 വരികളുണ്ട്. അത് ഗംഭീരാണത്. അപ്പൊ അതിന്റെ എൻ്റെ ഒരു സംശയം ഞാൻ അത് തീർക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കും അത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടോ എന്നറിയില്ല. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ നന്നായി. ആ വരികള് ഇതാണ്: തലയറുക്കപ്പെടേണ്ട കോഴിയുടെ ചികളത്തുടിപ്പുകൾ അറിവുകാരന്റെ കത്തിയുടെ പതുങ്ങിയ മൃത്യുഗന്ധം തിരിച്ചറിയുന്നു. സിംബോളിക്കാ അത്. എനിക്ക് അത് ഒന്നറിഞ്ഞാൽ, അത് കവിത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ അതൊന്ന് കേട്ടാൽ ഒന്ന് ഒരു സന്തോഷമായി. മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാലോ. അല്ല, അതിപ്പോ അങ്ങനെ ഒരാൾക്ക് തന്നെ അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ കവിയത്രി ഉദ്ദേശിക്കുന്നത് ഇത് പലർക്കും പല രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല. അർത്ഥമുണ്ട്, കവിതയ്ക്ക് അർത്ഥമുണ്ട്. അറിയില്ലെങ്കിൽ ആ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. കവിതയ്ക്ക് അർത്ഥമുണ്ട്. അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതെന്തിനാണ് പറഞ്ഞു തരുന്നത്? ഇവിടെ എഴുതിയ കവിയത്രി പഠിക്കണ്ടല്ലോ. എഴുതിയ ആളാണ് പറയണത്. ഈ കവിത എഴുതിയത് ഞാനാണ്. ഇത് അയാളുടെ കവിതയല്ല, ഇത് എന്റെ കവിതയാണ്. റോഡെങ്കിലും കടത്തുന്നതിലൊക്കെ കടന്നിട്ട് പാട്ട് പാടുന്ന ഭ്രാന്തനാണ് ഇയാൾ പറയുന്ന ആരും വിശ്വസിക്കരുത്. നിങ്ങൾ ഇത്രയും കൂടിയിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കരുത് സുഹൃത്തേട്ടാ. നിങ്ങൾ വിഡ്ഢികളാക്കരുത്. എന്ത് വിഡ്ഢികളാക്കി പറയുന്നത്? ഞാൻ തെളിവ് കാണിക്കാം. എന്ത് തെളിവ്? എന്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ കവിത ഇവിടെ അച്ചടിച്ചു വന്നത് 1 മാസമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് 4 മാസം മുമ്പ് എന്റെ കവിത ഞാൻ എന്റെ ഫേസ്ബുക്കില് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭയത്തിന്റെ ഉമിനീരിറക്കാം, തലയെറുക്കപ്പെടേണ്ട കോഴിയുടെ ചെകിളത്തുടിപ്പുകൾ, അറിവുകാരന്റെ കത്തിയുടെ പതുങ്ങിയ മൃത്യുഗന്ധം തിരിച്ചറിയുന്നു. എന്റെ കവിതയുടെ ആദ്യ ഭാഗമാണത്. ഭയത്തിന്റെ ഉമിനീരിറക്കാം, ഭയത്തിന്റെ ഉമിനീരിറക്കാം. നിങ്ങൾക്ക് നോക്കാം. എന്താ ഇവരുടെ കവിതയുടെ പേരെന്താ? പൂക്കുറ്റിയോ പൂങ്കുലയോ. ഈ സത്യാവസ്ഥ, ഇതെന്റെ കവിതയാണ് എന്ന സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഇവിടേക്ക് കയറി വന്നത്. മറിമായം